ലേറ്റസ്റ്റ് ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ അപ്പോൾ 550 തരം ഓഫീസേഴ്സ് തസ്തികയിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. സോ നമുക്ക് ഏതൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്, എത്ര വേക്കൻസി എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ വിളിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ജേർണലിസ്റ്റ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് സ്കെയിൽ കേഡർ 1ലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോ റിസ്ക് എഞ്ചിനീയേഴ്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ്, ലീഗൽ സ്പെഷ്യലിസ്റ്റ്, അക്കൗണ്ട് സ്പെഷ്യലിസ്റ്റ്, AO, അതുപോലെ IT സ്പെഷ്യലിസ്റ്റ്, ബിസിനസ് അനലിറ്റിക്സ്, കമ്പനി സെക്രട്ടറി, അക്വിറ്റോറിയൽ സ്പെഷ്യലിസ്റ്റ്, ജേർണലിസ്റ്റ്, അങ്ങനെ ടോട്ടൽ 550 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറയാം. അതോടൊപ്പം ഇവർ പറയുന്നുണ്ട് ഒരു കാൻഡിഡേറ്റിന് അറ്റ് എ ടൈം 1 പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ നിങ്ങളിപ്പം 2 പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇത് റിജക്റ്റ് ആകുമെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ വേക്കൻസി ഒക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. അതിപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ 7 ഓഗസ്റ്റിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 30 ഓഗസ്റ്റിന് അവസാനിക്കുമെന്ന് ഓർത്തിരിക്കുക. ഇനി ഫേസ് 1 എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് 14th സെപ്റ്റംബറിലായിരിക്കും. അതുപോലെ ഫേസ് 2 ഉണ്ടായിരിക്കും. ഫേസ് 2 എന്ന് പറയുന്നത് OMR ബേസ്ഡ് എക്സാമും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്റ്റീവും ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അത് 29 ഒക്ടോബറിലാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. സോ എക്സാമിനേഷൻ ഷെഡ്യൂൾ വരെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് www.newindia.go.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ പ്രൊബേഷൻ പീരീഡ് ഒക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 50,000 പെർ മന്ത് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് കിട്ടുന്നത്. അതിപ്പോൾ 3 ടയർ ആയിരിക്കും നിങ്ങൾക്കുള്ളത്. ആദ്യം നിങ്ങൾക്കൊരു CBT വൈസ് എക്സാം ഉണ്ടായിരിക്കും, പിന്നീട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് വൈസ് എക്സാം ഉണ്ടായിരിക്കും, പിന്നീട് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. 3 പാസ്സായാലും നിങ്ങൾക്ക് ഈ ജോലി കിട്ടത്തുള്ളൂ എന്ന് ഓർത്തിരിക്കാം. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓർത്തിരിക്കുക, അറ്റ്ലീസ്റ്റ് 55% മാർക്ക് ഉണ്ടായിരിക്കണം SC/ST കാൻഡിഡേറ്റിന്. അതോടൊപ്പം ജനറൽ കാൻഡിഡേറ്റിനൊക്കെ ആണെങ്കിൽ 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് ഓർത്തിരിക്കുക. ഇനി സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന അതിൻ്റെ പ്രത്യേകം ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽക്കാർക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. അപ്പോൾ സ്പെഷ്യലിസ്റ്റുകാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന റിസ്ക് എഞ്ചിനീയേഴ്സിനാണെങ്കിൽ BTech, BO, BTech ഒക്കെ ആയിരിക്കണം. സോ അങ്ങനെ ഓരോന്നിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് ഓർത്തിരിക്കുക. ഏജ് ലിമിറ്റ് പറയുന്നത് 1995-നും അതുപോലെ 2004-നും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കും. ഫേസ് 1 എന്ന് പറയുന്നത് ടോട്ടൽ 100 മാർക്കിനായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. CBT വൈസ് എക്സാമാണ്. ഒക്കെ ഓർത്തിരിക്കുക. 60 മിനിറ്റ് ആയിരിക്കും ടൈം അലോട്ട് ചെയ്ത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ചൂസ് ചെയ്യാവുന്നത്. പിന്നെ ഫേസ് 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെയിൻ എക്സാമിനേഷൻ ആണ്. ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടായിരിക്കും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിനകത്ത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിക്ക് വരുന്നവർക്ക് പ്രത്യേകം സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. സോ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിനാണെങ്കിൽ 30 മിനിറ്റ് ആണ് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അത് പാസ് ആവുന്നവരെ ആയിരിക്കും നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇൻ്റർവ്യൂവിലേക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറും പാസ് മാർക്കേ ഉള്ളൂ, അല്ലാതെ നിങ്ങളുടെ റാങ്കിലേക്കൊന്നും ഷോർട്ട് ലിസ്റ്റ് ഒന്നും പരിഗണിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് അല്ലെന്ന് ഓർത്തിരിക്കുക. സോ ഇൻ്റർവ്യൂവിലേക്ക് പരിഗണിക്കുന്നത് അല്ല, നിങ്ങളുടെ മെയിൻ എക്സാമിൻ്റെ മാർക്കായിരിക്കും പരിഗണിക്കുന്നത് CBT വൈസ്. സോ ഫേസ് 3 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി എക്സാമിനേഷൻ ഫീസ് നോക്കാം. എക്സാമിനേഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ SC/ST PWD കാൻഡിഡേറ്റ് 100 രൂപയാണ് എക്സാമിനേഷൻ ഫീ. അതോടൊപ്പം തന്നെ അതുപോലെ ബാക്കി വരുന്ന കാൻഡിഡേറ്റിനൊക്കെ ആണെങ്കിൽ 850 രൂപയാണ് എക്സാമിനേഷൻ ഫീ എന്ന് ഓർത്തിരിക്കുക. ഇനി എക്സാമിനേഷൻ സെൻറ്റർ നമ്മുടെ കേരളത്തിൽ എവിടേക്കാണ് എക്സാമിനേഷൻ സെൻറ്റർ നോക്കും. കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ SC/ST OBC കാൻഡിഡേറ്റ് നിങ്ങൾക്ക് പ്രീ ട്രെയിനിങ് എക്സാമിനേഷൻ അവർ ഓൺലൈൻ ത്രൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ അതിൻ്റെ ഡോക്യുമെൻ്റ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇനി ഡോക്യുമെൻറ്റ്സ് വേണ്ടവർക്കാണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഇവിടെ താഴെ ഏറ്റവും അവസാനം അവർ പിൻ ചെയ്തിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഡോക്യുമെൻറ്റ് യൂസ് ചെയ്യാവുന്നതാണെന്ന് ഓർത്തിരിക്കുക. സോ ഇതാണ് ഇപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 550 തസ്തികയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന വേക്കൻസി. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.